സകല ദുഃഖദുരിത നിവാരണത്തിനും ദേശവാസികളുടെ സർവൈശ്വര്യത്തിനും ലോക നന്മയ്ക്കുമായി സർവ വിഘ്ന നിവാരകനായ ശ്രീ മഹാഗണപതി സ്വയംഭൂവായി കുടികൊള്ളുന്ന പനങ്ങാട് സ്വയംഭൂ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം മേൽശാന്തി ബ്രഹ്മശ്രീ സുരേഷ് സുബ്രഹ്മണ്യൻ എംബ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അമൃതവള്ളി, പേരാൽമൊട്ട്, എള്ള്, കറുക, പാൽ പായസം, നെയ്യ് എന്ന ദ്രവ്യങ്ങൾ ഓരോന്നും 7 ആചാര്യന്മാർ 1008 ഒരു മൃത്യുഞ്ജയ മഹാമന്ത്രം ജപിച്ച് 7056 തവണ ഹോമിക്കുകയും 21,000-ൽ പരം പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ മഹാമൃത്യുഞ്ജയ ഹോമം. ഓം ശ്രീ മഹാഗണപതിയേ നമഃ. ഇത് പനങ്ങാട് സ്വയംഭൂ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുകയായിരുന്നു. അത് ഏതാണ്ട് 11:45, 12 മണിയോടുകൂടി തീർന്നു. രാവിലെ 4 മണിക്കാണ് തുടങ്ങിയത്. ക്ഷേത്രം മേൽശാന്തി ശ്രീ സുരേഷ് സുബ്രഹ്മണ്യൻ അവറുകളുടെ നേതൃത്വത്തിലാണ് നടന്നത്. അതിനോടൊപ്പം തന്നെ 7 സ്വാമിമാർ മന്ത്രജപം നടത്തിക്കൊണ്ടും നല്ല രീതിയിൽ എല്ലാവരും ഓം നമഃശിവായ എന്ന ആ ഒരു മന്ത്രാക്ഷരി കൊണ്ട് മുഖരിതമാക്കി മാറ്റുകയായിരുന്നു നമ്മളുടെ ഈ ക്ഷേത്രാങ്കണം മുഴുവനും തന്നെ. അതിൽ നമ്മളെല്ലാവരും നല്ല തൃപ്തരാണ്. കൂടാതെ നമ്മുടെ ഈ ദേശരക്ഷയ്ക്കും ലോക നന്മയ്ക്കും പിന്നെ കുറച്ച് പ്രത്യേക നാളുകളുണ്ട് അവരുടെ ഉന്നമനത്തിനും. കൂടാതെ കുഴപ്പമില്ലാത്ത നാളുകൾ ഉണ്ട്. അതിൽ അവർക്ക് നല്ല ഗുണങ്ങളുണ്ടാവുവാനും ആയിട്ടാണ് ഈ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തിയത്. സ്വയംഭൂ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇന്ന് മൃത്യുഞ്ജയ ഹോമം നടന്നു കഴിഞ്ഞു. അത് ശനിയുടെ മാറ്റം ഒരുപാട് നാളുകൾക്ക് 27 നാളുകൾ ഉള്ളതിൽ പലർക്കും ദോഷവശങ്ങളുണ്ട്, അതേപോലെ തന്നെ നല്ലതായിട്ടുണ്ട്. അപ്പോൾ ദോഷം ഉള്ള നാളുകാർക്ക് അത് കുറയ്ക്കാനും അതേപോലെ തന്നെ ഗുണം ചെയ്യുന്നവർക്ക് കൂടുതൽ ഗുണഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് മൃത്യുഞ്ജയ ഹോമം ഇവിടെ സുരേഷ് എംബ്രാന്തിരിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ആണ് ഇത് നടത്തിയത്. രാവിലെ 4 മണിക്ക് തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഇതുവരെ ഏകദേശം 12 മണി ആയി അതുവരെ ആണ് നടന്നത്. എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക്, ഈ നാളുകാർക്ക് കൂടാതെ എല്ലാ ഭക്തജനങ്ങൾക്കും അതേപോലെ നാട്ടുകാർക്കും മുഴുവൻ രാഷ്ട്രത്തിനും എല്ലാവർക്കും ഗുണഫലം കിട്ടാൻ വേണ്ടിയാണ് ഇത് നടത്തിയിരിക്കുന്നത്. പനങ്ങാട് സ്വയംഭൂ ശ്രീ മഹാഗണപതി ക്ഷേത്രം ഇന്ന് മഹാമൃത്യുഞ്ജയ ഹോമത്തിന് വേദിയായിരിക്കുകയാണ്. ശ്രീ മഹാഗണപതി സ്വയംഭൂവായി കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ആദ്യമായിട്ടാണ് മഹാമൃത്യുഞ്ജയ ഹോമം ഇത്രയ്ക്ക് വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത്. ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഇത് വളരെ വിജയപ്രദമായി മാറിയെന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഗണപതി സ്വയംഭൂവായി കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധി കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. മഹാഗണപതി സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഈ സകല ലോക നന്മയ്ക്കും സർവൈശ്വര്യത്തിനും ഭക്തജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ മൃത്യുഞ്ജയ ഹോമം നടത്തിയത്. ഒരു ഒഴുക്കൻ ശിലയുടെ രൂപത്തിൽ, പ്രത്യേകിച്ച് ഒരു ആന ചെരിഞ്ഞു കിടക്കുന്ന രൂപത്തിൽ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹം, അതാണ് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത.